വാട്ട്, വെൻ, വെയർ, വൈ എന്ന് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വാർത്തയുടെ ഒരു ആസ്പെക്ട്, ഒരു ഡബ്ല്യു മാത്രമാണ് പരിഗണിക്കുന്നത്. ഹൂ, ആരാണ്, ഇയാളാണ്, എന്നാൽ കൊടുക്കണോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. വാട്ട്, വെൻ, വിച്ച്, വൈ, വെയർ ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് വളരെയധികം ബുദ്ധിയുള്ള ഞങ്ങളുടെയൊക്കെ മുമ്പ് വന്ന ആളുകളാണ് പത്രമാക്കുന്നത് എങ്ങനെ പഠിപ്പിക്കണം, എന്തൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു ചെയ്യുന്നത്. അത് ഉദ്ദേശത്തോടാണ്. ഈ 5 or 6 ആസ്പെക്ട് ഒരു വാർത്തയുടെ പരിഗണിച്ച് അതിന്റെ എല്ലാ ആദിമധ്യാന്തങ്ങളും മുഴുവൻ മനസ്സിലാക്കിയിട്ട് വാർത്ത കൊടുത്താല് ജനം കൺഫ്യൂസ്ഡ് ആവില്ല. ഇപ്പൊ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു തന്ത്രത്തിലാണ് പത്രം. സാമ്പത്തിക പ്രശ്നം ഒരു വലിയ പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം പകുത്തു പോകുന്ന പരസ്യങ്ങൾ. പക്ഷെ എത്ര പകുത്തു പോയാലും ശരി, നല്ലതിന്റെ പക്ഷത്ത് നിൽക്കാനും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിൽ തന്നെ പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പ്രസ്താവനയിലെ ഒരു വരി വളരെ പ്രസക്തമാണ്. 16 കൊല്ലത്തിന് പകരം 16 മിനിറ്റ് കൊണ്ട് തെളിയിക്കാവുന്നതാണ് ഈ കേസ്. 16 മിനിറ്റ് പോലുമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഞാൻ ഒരു പത്രക്കാരെ പറ്റില്ല. അവിടെ പ്രവർത്തിക്കുന്നവരും പത്രം നടത്തുന്നവരും വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. നമ്മുടെ ചെറുപ്പക്കാരായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അങ്ങേയറ്റം വരെ പോകാൻ തയ്യാറുള്ളവരാണ്. പക്ഷെ അവരോട് കഴിയുമ്പോഴേക്കും ഈ പട്ടം പിടിച്ചു നിർത്തുന്നത് പോലെയല്ല, കാളയെയോ പശുവിനെയോ പിടിച്ച് വലിക്കുന്ന പോലെ ഒരു വലി ഇങ്ങോട്ട് വരുന്നു. നമ്മുടെ കുട്ടികളെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ മുഴുവൻ അന്വേഷിച്ചിട്ട് വരും. ഈ വാർത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുത്താലും മതി, അല്ല 1 മാസം കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. നിങ്ങൾ എല്ലാ ആസ്പെക്ടും അന്വേഷിച്ച് കണ്ടെത്തി തരാൻ എടുക്കുക. പോലീസുകാരേക്കാൾ സമർത്ഥരായ, CBIക്കാരേക്കാൾ സമർത്ഥരായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ ഏറ്റവും വലിയ മിടുക്കന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ അവരെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതിരിക്കുകയും വാർത്ത പൂർണ്ണമാക്കാതെ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മടവനെ പറഞ്ഞില്ല, ശരിക്കും സന്തോഷ് മാധവൻ ഞങ്ങൾ കണ്ട പോലെ ആ ജടാധാരിയായ എവിടെ പോയി? ഇപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ജടാധാരിയെ കുറിച്ച് ഒരു വാർത്തയിൽ ജീവിച്ചിരിക്കുന്നില്ലേ? ഏതാണ്ട് 48-50 ദിവസമായിട്ട് സന്തോഷ് മാധവന്റെ ഒരു വാർത്തയും സാധാരണ രീതിയിൽ എല്ലാ പത്രവും ഏതാണ്ട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഏതെങ്കിലും പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയും. 40-45 ദിവസമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? പുള്ളിയൂരെ ഞാൻ നോണ പറയാണോ? കോട്ടയത്ത് വന്നിട്ട് അദ്ദേഹത്തിനൊരു വാർത്തയില്ലേ? അദ്ദേഹം ഏത് ജയിലിലാണ്, എങ്ങനെ ജീവിക്കുന്നുള്ളവരെ അദ്ദേഹം വളരെ സുഖമായിട്ട് കള്ളനായിട്ട് രാജാവായിട്ട് ജീവിക്കുന്നുണ്ട്. അതെങ്ങനെ പറ്റും? നമ്മുടെ നാട്ടില് രാജകീയ സുഖ സൗകര്യങ്ങളോടെ അദ്ദേഹം എല്ലാ വാർത്തയും അറിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അതുകൊണ്ട് ശബരിനാഥൻ ഇപ്പൊ മുങ്ങിക്കഴിഞ്ഞു. ശബരിനാഥന്റെ വാർത്തയും വളരെ ഓൾഡായി തുടങ്ങിയിരിക്കുന്നു. ഇത് ഫോളോ അപ്പ് ചെയ്യാത്തത് പത്രപ്രവർത്തകന്റെ കുഴപ്പം കൊണ്ടല്ല. പത്രപ്രവർത്തകര് നീച രാഷ്ട്രീയത്തിന് അടിമകളാകുന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ശക്തിധരൻ സാറ് പറഞ്ഞ ഒരു വാക്കില്, ഞാനൊരു പക്ഷാധിഷ്ഠിത പത്രപ്രവർത്തകൻ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷം നീതിയുടെയും അനീതിയുടെയും കാണുമ്പോൾ പക്ഷം ഇല്ലാതാകുന്നതാണോ അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീതിയും അനീതിയും എന്റെയോ എന്റെ പാർട്ടിക്കാരന്റെയോ മാത്രമല്ല, ഈ ലോകത്തിന്റെ നീതിയാണ്. ലോകനീതി എന്നൊന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പക്ഷം പിടിക്കുന്നതിനെ ബഹുമാനിക്കാം. ഞാൻ ആത്മാർത്ഥ ഞാനും ശക്തിധരൻ സാറും ഒക്കെ മാടവയിലേക്ക് ഒരേ കാലഘട്ടത്തിൽ മാത്രമേ രംഗത്ത് പ്രവേശിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പലപ്പോഴും ഞങ്ങൾക്ക് സത്യം പറയാൻ പറ്റുന്നില്ല. ശക്തിധരൻ സാറ് ഒളിച്ചു വെച്ചിരിക്കുന്ന 1000 സത്യങ്ങളെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുന്നു. സത്യങ്ങളും സത്യമായി കൊടുക്കാനായിട്ടുള്ള അവസരം നമുക്കില്ല. അത് ദൂരദർശനായാലും ശരി. ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന 2 സ്ഥാപനങ്ങളാണ് ദൂരദർശനും റേഡിയോയും. പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ എന്ന പേരുള്ള സ്ഥാപനങ്ങൾ പബ്ലിക് സർവീസിൽ നിന്ന് വളരെ മാറി ബിസിനസ് സർവീസിൽ മാറി. നല്ല ദുഃഖിതനാണ്. പബ്ലിക് സർവീസ് വളരെ അകന്നുപോയി. പബ്ലിക് സർവീസിന് ഒരു ജനത്തിന്റെ വികാരത്തെ അതേപടി ഒപ്പിയെടുത്ത് ഓരോരുത്തരുടെയും കൊടുക്കുന്നില്ല. ബഹുജന സുഖായ എന്ന് പറഞ്ഞു മെജോറിറ്റിക്കെങ്കിലും പ്രയോജനപ്പെടണം. ബഹുജനഹിതായ മെജോറിറ്റിയുടെയെങ്കിലും മെജോറിറ്റി ചെയ്യുന്നതെല്ലാം ശരിയാകണമെന്ന് ഉണ്ടോ ചോദ്യം വീടുന്നത്. ഇങ്ങനെ അടുത്ത് കീറി മുറിച്ചു നോക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തന്നെ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം, ആ സ്ഥാപനത്തോട് കൂറ് കാണിക്കുന്നതോടൊപ്പം തന്നെ ജനത്തിനോടും കൂറ് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ശ്രമിച്ചു നോക്കട്ടെ. ചിലപ്പോൾ ഏത് നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവായിട്ട് അവതരിപ്പിക്കാൻ പറ്റും, ഏത് പോസിറ്റീവിനെ നമുക്ക് നെഗറ്റീവായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. ഇതല്ല, ഏത് പോസിറ്റീവിനെ നെഗറ്റീവായിട്ട് അവതരിപ്പിക്കൂ എന്ന ശാഠ്യത്തിൽ നിന്ന് നിങ്ങൾ മാറണം.
ഇത് നെഗറ്റിവിറ്റിയിലും ചെറിയൊരു പഴുത് കണ്ടെത്തി നോക്കട്ടെ നമുക്ക് നല്ല ഒരു ശുഭാപ്തി തുടങ്ങിയവരാണ്. ശുഭാപ്തി വിശ്വാസത്തിന്റെ വക്താക്കളാണ്. ഞങ്ങൾ 20 വർഷമായിട്ട്, പക്ഷെ എവിടെ ദേശാഭിമാനിയുടെ ആരെങ്കിലും കണ്ട ശക്തി തരുന്നിപ്പോ എവിടെയാണെന്ന് ചോദിക്കും. അത് കാരണം ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പാർട്ടി ഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ സത്യവും നന്മ ആരാണെന്നും അവരോടൊക്കെ തോട് ചേരാനുള്ള ഒരു മനസ്ഥിതി കാണിച്ചിട്ടുണ്ട്. അതിന്റെയാണ് ഇതിന്ന് വളരെ വർഗ സമരം എന്നൊക്കെ പറഞ്ഞില്ലേ, വർഗ സ്വഭാവം എന്നൊക്കെ പറയും. അത് പത്രത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ശരിയാ, സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു ആകാശവാണി, ദൂരദർശൻ, പത്രസ്ഥാപനമല്ല, സാംസ്കാരിക ആർക്കും വന്നിരിക്കുക എന്തെങ്കിലും വിശേഷം പറയാൻ മാറി. അതിന് മാറണം എന്നുള്ള അഭിപ്രായം. നിങ്ങൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കുക. ആ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ബാധ്യസ്ഥനായ അർത്ഥം ഉപേക്ഷിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് നേരിടാവുന്നതേ ഉള്ളൂ. പണം തീർച്ചയായിട്ടും കിട്ടും സാർ. ഒരുപാട് പണമുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റുമുള്ളത്. ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യണം? ഇലക്ഷൻ കാലങ്ങൾ നോക്കൂ. ഇലക്ഷൻ കാലത്ത് പണച്ചാർട്ടുകൾ നമ്മുടെ നാട്ടിൽ ഒഴുകുന്നുണ്ട്. നമ്മുടെ ഒരു ക്യാബിനറ്റ് ഡാൻസ് നടത്തുന്ന ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നോക്കൂ, ഒരു ഹോട്ടലിൽ ചെന്ന് നോക്കൂ, എവിടെയാണ് ദാരിദ്ര്യം? ഇന്ത്യ ഒരിക്കലും ഒരു ദരിദ്ര രാജ്യമല്ല. പണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചത് ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാവുന്നതാണ്. ഇന്ത്യ ഒരു കർഷക രാജ്യമാണ്, ഒരു ദരിദ്ര എന്ന. ഇപ്പൊ ഒരിക്കലല്ല. ഇന്ത്യയാണ് ഏറ്റവും വൻ സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ സമ്പത്ത് നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ നേരെ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്നിരിക്കെ വളഞ്ഞു പോകണമോ? If we have a front door entry, straightforward front door entry, why should we go through the back door? അതാണ് ഏറ്റവും വലിയ ചോദ്യം. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടി, അടുക്കള ഭാഗത്ത് കൂടി തലയിൽ മുന്നിട്ട് ചോർന്നു പോകേണ്ടവരാണോ? ടാഗോർ പറഞ്ഞതുപോലെ ശിരസ്സുയർത്തി നെഞ്ചി പിരിച്ച് സംസാരിക്കുന്നത്. ഈ ഒരൊറ്റ ചോദ്യം മാത്രം എന്റെ മക്കളുടെ മനസ്സിലുള്ളതാണ്. ടാഗോറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. Need be afraid of the birds, but mind the small leak in your vessel. നിങ്ങൾ ഒരിക്കലും ഈ തിരമാലകളെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മൈൻഡ് വളരെ കെയർഫുൾ ആയിരിക്കുക. ദ വെരി സ്മോൾ ലീക്ക് ഇൻ ദ വെസൽ, നിങ്ങളുടെ ബോട്ടിനകത്ത് ഉണ്ടായേക്കാവുന്ന ചെറിയ ദ്വാരത്തെ നിങ്ങൾ ഭയപ്പെടുക. അവനെ തന്നെ നിങ്ങൾ ഭയപ്പെട്ടാൽ മതി. വേറെ ആർക്കും നമുക്ക് ശത്രുവായിട്ടില്ല. നിങ്ങളെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നീതിമാന്മാരായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അത് സമൂഹത്തിന് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്ന വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നത് ശരിയായിരിക്കും. 1000 വിധത്തോടെ thousands lakhs crores of people may be against you. Don't worry. ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തിന്റെ സന്ദേശമായിട്ട് ഈ സെമിനാർ മാറട്ടെ. വർഷം തോറും നടത്തുന്ന ദാസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങൾക്ക് ദൂരെ നിന്ന് വരുന്നത് തന്നെയാണ്. ഇതിനൊന്നും വിലയില്ലാതെ നടത്തുന്നില്ല. സാംസ്കാരിക സദസ്സുകളിൽ നിന്ന് പത്ര മാധ്യമ സെമിനാറുകളിലേക്ക് മാറിയതിന്റെ പിന്നിലുള്ള ഏക ചേതോപകാരം സംസ്കാരം ഒന്നിനും ഗുണം പിടിക്കാൻ പോകേണ്ട സംസ്കാര നായന്മാര് കാണിക്കുന്നത് കണ്ടാൽ മഹാവൃത്തികളാണെന്ന് തോന്നി തുടങ്ങിയതുകൊണ്ടാണ്. എന്നാൽ ശരി, മാധ്യമനെ നമുക്ക് നേരെയാക്കി വെക്കാമെന്ന് ജനത തോന്നിക്കൊണ്ടാണ്. ഒരു കാലഘട്ടത്തിൽ എല്ലാ അമ്പലങ്ങളിലും രാഷ്ട്രീയ സദസ്സുകളുടെ, കാരണം ഇവരൊക്കെയല്ലേ ഈ സാംസ്കാരിക നായകന്മാരെന്ന് നടക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരല്ലേ ഗുണം പിടിക്കാൻ പോണില്ല എന്ന് ജനത്തിന് മനസ്സിലായി. എന്നാൽ ശരി, മാധ്യമങ്ങൾ നേരെയായാല്, കാരണം മാധ്യമങ്ങളാണ് ഇവിടെ സാംസ്കാരിക നായകന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏത് തെമ്മാടിത്തരം കാണിച്ചാലും ശരി, ഒരു 10 പത്രം നിരന്തരമായിട്ട് 4 ഫീച്ചറിഞ്ഞ വലിയ ആളാണേ എന്നുള്ള ധാരണ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ അവരെ സൃഷ്ടിക്കുന്നവരല്ല യഥാർത്ഥ സാംസ്കാരിക നായകന്മാര്. സത്യവും ധർമ്മവും കൊണ്ട് സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന അനേകം നന്മ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ. അവരാരും ഒരു ഫീച്ചറിലും വരാറില്ല. ഞാൻ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, മറ്റു കുറെ രാജ്യങ്ങളിലും പോയിട്ട് കണ്ടാണ്. ഇവിടെ നിന്ന് നന്മ അവശേഷിച്ചിട്ടില്ല. നന്മ ധാരാളമുണ്ട്, അല്പമാത്രമായി തീർന്നിട്ടില്ല. ആ നന്മ അവശേഷിക്കുന്നിടത്തോളം കാലം, അവശേഷിക്കാൻ കുറച്ചെങ്കിലും ഉണ്ടാകുന്നത്, അതല്ല നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത്, ആരും വിസ്മരിക്കാത്ത ഈ കാലത്ത് നമ്മുടെ മാധ്യമധർമ്മം ഉയർത്തിപ്പിടിക്കാൻ പറ്റും. ചെറിയ ചെറിയ ജോലിയാണെങ്കിൽ പോലും, ചെറിയ ചെറിയ പത്രമാണെങ്കിൽ പോലും, എല്ലാത്തിനും ഗുരുജി പറഞ്ഞു, ഗീത പറഞ്ഞു, ഉപനിഷത്ത് പറഞ്ഞു, ബൈബിള് പറഞ്ഞു, ചെറിയ ചെറിയ ബോക്സുകളും കാണുമ്പോൾ നമുക്കൊരാശ്വാസം. അതാണ് ഇതിന്റെ സിഗ്നൽ. എല്ലാ കാപട്യത്തെക്കുറിച്ചും എല്ലാ വഞ്ചനയെക്കുറിച്ചും കുറ്റകൃത്യങ്ങളെക്കുറിച്ചും എഴുതുന്ന പത്രങ്ങളിൽ പോലും ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മുടെ വാല്യൂ ആഡഡ് എഡ്യൂക്കേഷന്റെ ഒരു ഭാഗം കൊടുക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഒരൊറ്റ പത്രപ്രവർത്തനം നമ്മുടെ നാട്ടിലില്ലാതെ തെളിവാണ് അല്ലേ? നമ്മളെല്ലാം വായിക്കുന്ന ഏതെങ്കിലും പത്രത്തിന്റെ ഏതെങ്കിലും ഒരു ബുക്കില് നമ്മുടെ ഫിലോസഫി, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആർഷഭാരത സത്ത അല്ലെ, എല്ലാ മതങ്ങളുടെയും ആത്മസത്തയുടെ ഒരംശം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം നമ്മളിൽ നിന്ന് മൂല്യം നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മൂല്യം നഷ്ടപ്പെടാതിരിക്കട്ടെ, നിങ്ങളുടെ നന്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, നിങ്ങളുടെ ധൈര്യം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ചോർന്നു പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.